പോകാൻ പോകുന്നത് പാരീസിലെ ഫേമസ് ആയിട്ടുള്ള ലൗറേ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് പാരീസിലെ നാഷണൽ ആർട്ട് മ്യൂസിയം മാത്രമല്ല, വേൾഡിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള മ്യൂസിയങ്ങളിൽ ഒന്നുകൂടിയാണ്. ഈ മ്യൂസിയത്തിന്റെ അടുത്തായിട്ട് തന്നെ ഒരു ലൗറേ അണ്ടർഗ്രൗണ്ട് ഷോപ്പിംഗ് മാൾ കൂടി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ ഫ്രഞ്ച് ലാംഗ്വേജിൽ എഴുതി വെച്ചിരിക്കുന്നത്. 2-3 ചെറിയ എസ്കലേറ്റേഴ്സ് കടന്ന് വേണമായിരുന്നു നമ്മൾ മ്യൂസിയത്തിന്റെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ മ്യൂസിയത്തിന് 3 നിലകളാണുള്ളത്. 0th ഫ്ലോർ, 1st ഫ്ലോർ ആൻഡ് 2nd ഫ്ലോർ. ആൾക്കാരിങ്ങനെ മ്യൂസിയം കാണാൻ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതേപോലെ തന്നെ കണ്ടു കഴിഞ്ഞ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടും ഇരിക്കുക. എന്തുകൊണ്ടാണ് ഈ മ്യൂസിയം എത്ര ഹിസ്റ്റോറിക്കായി മാറിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ലിയാനോർഡോ ഡാവിഞ്ചി വരച്ച മൊണാലിസയുടെ ഫേമസ് പെയിന്റിങ് ഒരു ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അത് ഒറിജിനൽ പെയിന്റിംഗ് ആണ്. ഇതിന്റെ അടുത്ത് തന്നെയാണ് ലൗറേ ഷോപ്പിംഗ് മാൾ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ചങ്ങ് എത്തിക്കഴിഞ്ഞപ്പോൾ പെർഫ്യൂം, ചോക്ലേറ്റ് ഒക്കെ കൊടുക്കുന്ന ഒരു ഷോപ്പ്, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. നന്നായി പഴക്കമുള്ള മ്യൂസിയം ഇവർ ധാരാളം പുതുക്കിപ്പണികളൊക്കെ നടത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പം നമ്മളിങ്ങനെ ഈ എസ്കലേറ്റർ ഇറങ്ങിയിട്ട് കുറച്ചങ്ങ് എത്തിക്കഴിയുമ്പം അവിടെ ആ വാളിലായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും മൊണാലിസേൻ്റെ ആ പെയിൻറ്റിങ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറേ അങ്ങ് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ക്യൂ ഇവിടുന്നേ കാണാൻ വേണ്ടി പറ്റും. ക്യൂ എന്നൊക്കെ പറഞ്ഞ് ഒരു രക്ഷയില്ലായിരുന്നു. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ക്യൂവിലൊക്കെ നിന്ന് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറി മെല്ലെ സാവധാനം വരാമെന്ന്. പക്ഷേ ഞങ്ങൾ ഈ ക്യൂ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞെട്ടിപ്പോയി. അങ്ങനെ നമ്മൾ തീരുമാനിക്കുമായിരുന്നു നമ്മളിതിൻ്റെ പുറത്തെ മനോഹരമായിട്ടുള്ള കാഴ്ച കണ്ടിട്ട് മടങ്ങിപ്പോകാമെന്ന്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തം സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാതായി വരും. ഞാൻ നിങ്ങൾക്ക് ലൗറേ മ്യൂസിയത്തിൻ്റെ ക്യൂ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ലൗറേ മ്യൂസിയത്തിൻ്റെ അങ്ങോട്ടേക്കുള്ള വലിയ ക്യൂ. ഈ ക്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാണ്. അപ്പം ലൗറേ മ്യൂസിയത്തിൻ്റെ അവിടെ കുറച്ച് സ്റ്റാച്യൂസ് ഉണ്ട്. ആ ക്യൂവിൽ നിന്ന് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും നമ്മുടെ സമയപരിമിതി കാരണം നമ്മൾ അതിൻ്റെ പുറത്ത്, അതായത് ഇത്രയും വലിയ ഹിസ്റ്റോറിക്കലായ ഈ മ്യൂസിയത്തിൻ്റെ ഔട്ട്സൈഡ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി ഒരു ഫ്ലോറ് മുകളിലേക്ക് കയറണമായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും ആ ക്യൂവിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് വീണ്ടും പോയത്. അപ്പോൾ ഇത് ഈ സെൻറ്ററിൽ നിങ്ങൾക്ക് കാണാം ഒരു ഇൻവേർട്ടഡ് പിരമിഡ് ഉള്ളത്. ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ കംപ്ലീറ്റഡ് പോർഷൻ ഉണ്ട്. അതായത് ഇതിൻ്റെ പുറത്തിറങ്ങുമ്പം ഇതൊരു ഇൻവേർട്ടഡ് പിരമിഡാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പം ഇത് ഈ ക്യൂവിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക്, അതായത് മ്യൂസിയത്തിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ അടുത്തായിട്ടാണ് ഈ പിരമിഡ് ഉള്ളത് കേട്ടോ. അപ്പം ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും ദ മ്യൂസിയം ഡോ ലൗറേ എന്ന് പറയുന്നത്. അതൊക്കെ ഫ്രഞ്ച് ഭാഷയിലാണ് അവർ എഴുതി വെച്ചിട്ടുള്ളത്, ഇംഗ്ലീഷ് ഒന്നും അല്ല. അപ്പം ഇവിടെ ആണ് ഈ ക്യൂ, ഇത്രയും ക്യൂ, അതായത് അവിടുന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്ന ക്യൂ ആണിത്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നടന്നു കഴിഞ്ഞ് വീണ്ടും മുകളിലേക്ക് കയറിയപ്പോഴാണ് നമ്മുടെ മെയിൻ മ്യൂസിയത്തിൻ്റെ ഔട്ട്സൈഡിലേക്ക് എത്തുന്നത്. അതായത് നമ്മളിപ്പോൾ ഉള്ളത് ലൗറേ മ്യൂസിയത്തിൻ്റെ ഔട്ട്സൈഡിലാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര വലിയ ക്യൂ ഒക്കെയാണ്. ഇതിൻ്റെ നടുക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് അറിയത്തില്ല, ഒരു ട്രയാങ്കുലർ ഗ്ലാസ് സ്ട്രക്ചറൊക്കെ ഉണ്ട്. ഇതങ്ങ് പരന്ന് കിടക്കും. നമ്മുടെ ഇന്ത്യ ഗേറ്റ് പോലെയുള്ള ഒരു സ്ട്രക്ചറൊക്കെയാണ് അത് കാണുന്നത്. അങ്ങനെ ഭയങ്കര ഒരു എനിക്കൊന്ന് കുറേ ഏരിയ ഉണ്ട്. ഇത് ഭയങ്കര നീളമാണ് ഈ മ്യൂസിയത്തിന്. ഇതിൻ്റെ നടുക്കുള്ള ഈ ഗ്ലാസ് പിരമിഡൊക്കെ അവർ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അതിനെ ലൗറേ പിരമിഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപാട് ഗ്ലാസ് കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആർക്കിടെക്ചർ കണ്ടാൽ തന്നെ അറിയാം ഒരു കൊട്ടാരത്തിൻ്റെ പ്രതീതിയാണ്. മുന്നിലൊരു കുതിരയും അതിൻ്റെ മുകളിലൊരു പടനായകനും ഒക്കെ ആയിട്ട്. അതുപോലെ തന്നെ ത്രൂ ഔട്ട് ഈ മ്യൂസിയത്തിൽ ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഭയങ്കര നീളമാണ് ഇതിന്. അങ്ങേ സൈഡിൽ നിന്ന് തുടങ്ങി പിന്നെ ഇങ്ങേ സൈഡിലാണ് ഇത് അവസാനിക്കുന്നത്. അതുപോലെ തന്നെ മെയിൻ റോഡ് നമുക്ക് ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കൂടെയാണെന്ന് തന്നെ പറയേണ്ടി വരും. ബസ് സർവീസൊക്കെ നമുക്ക് ഇവിടെ ഇതിൻ്റെ എൻട്രൻസ് വരെ ബസ് വരികയും പോവുകയൊക്കെ ചെയ്യും. അത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. പിന്നെ ധാരാളം ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും മെയിനായിട്ട് ഫോട്ടോ എടുക്കാനും അതുപോലെ നമുക്ക് വിശ്രമിക്കണമെങ്കിൽ ഇവിടെ കുറേ സ്റ്റോൺസ് ഒക്കെ ഉണ്ട്. അതിൽ കൂടെയൊക്കെ വിശ്രമിക്കാനൊക്കെ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലൗറേ മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.